ഗോസ്പിൾ ഓഫ് മാത്യു, മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ ആദ്യ ഭാഗം മുതൽ നമ്മൾ ആഴത്തിൽ പഠിക്കാൻ പോവുകയാണ്. ബൈബിളുകൾ എടുക്കുക. ദ ഗോസ്പിൾ ഓഫ് മാത്യു ചാപ്റ്റർ 1. ആദ്യം ചില മുഖവുരയായ ചില ഇൻട്രൊഡക്ഷനായ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയും. തുടക്കം മുതൽ തന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. വൈ 4 ഗോസ്പിൾസ്? ഒരു സുവിശേഷം പോരെ? എല്ലാറ്റിലും പറയുന്നത് ഒരാളെക്കുറിച്ചാണെങ്കിൽ, ഒരേ സംഭവങ്ങളാണെങ്കിൽ, എന്തുകൊണ്ട് 4 സുവിശേഷങ്ങൾ? ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുകയാണെങ്കിൽ 1-ാമത്തെ വാക്യം മുതൽ വായിച്ചാൽ അത് പറയുന്നുണ്ട്, പലരും ഈ ചരിത്രം എഴുതിയിട്ടുണ്ട്, എഴുതുവാൻ തുനിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഒരാളല്ല, പലർ. ഈ 4 പേരുമല്ല, പലരുടെയും. ബർണബാസിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞൊരു സുവിശേഷമുണ്ട്. ഇങ്ങനെ ഒത്തിരി ഉണ്ട്. പക്ഷേ ഇതിനൊന്നും ബൈബിളിലെ 64 പുസ്തകങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളതായി വേദ പണ്ഡിതന്മാർ കണക്കിലെടുത്തിട്ടില്ല. പക്ഷേ ഈ ഒരു കാര്യം എപ്പോഴും നമുക്കൊരു ചിന്തയിലുള്ള കാര്യമാണ്. എന്തിനാണ് 4 സുവിശേഷങ്ങൾ ബൈബിളിൽ ഉള്ളത്? അതിന് ചില കാര്യങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം. ടൈറ്റസ് അങ്കിളൊന്ന് മുന്നിലോട്ട് പോവാ. ഒന്നും ചെയ്യില്ല, ഓടിവാ. ശ്രദ്ധിച്ചോളണം. ഇത് ഇവിടെ നിന്ന് ഇതിൽ മൊബൈലുള്ള 4 പേര് വാ. ടെറൻസ് വാ, നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്. മൊബൈലും കൊണ്ടുവരണം. മുകേഷ് വാ. വേറെ ആരുടെയില്ല? അംബ്രോസ് വാ. പിന്നെ ആരാ? നോയല്, മോൻ മൊബൈലും കൊണ്ടുവരണം. എന്നിട്ട് ചെയ്യേണ്ടത് ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുക്കണം. പക്ഷേ 4 ആംഗിളിൽ നിന്ന് വേണം എടുക്കാൻ. പ്രധാന ഫോട്ടോഗ്രാഫർ ഫ്രണ്ടിൽ നിന്ന് എടുക്കുക, അവിടെ നിൽക്കുക. അടുത്തൊരാള് ഈ സൈഡിൽ നിന്ന് എടുക്കുക. ഓക്കെ. അംബ്രോസ് അപ്പസ്തോലൻ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുക. ഒരാൾ സ്റ്റേജ് കയറിക്കും, ബാക്കിൽ നിന്ന് എടുത്തു ഫോട്ടോ എടുക്കും. ക്ലിക്ക് 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 ക്ലിക്ക്. ഇനി കൊണ്ടുപോവാ, ഫോട്ടോയും കൊണ്ടുപോവാ, കാണട്ടെ. ഫോട്ടോഗ്രാഫിക്കുള്ള അവാർഡ് ആർക്ക് കിട്ടും നോക്കാം. വാവ്, കാണാമോ? സൂപ്പർ. നോക്ക്, ഇങ്ങനെയുണ്ട്. ഓക്കെ, കൊള്ളാം. പിടിച്ചോ. രണ്ടാമത്തെ ഫോട്ടോ എങ്ങനെയുണ്ട്? കൊള്ളാമോ? പക്ഷേ ഫ്രണ്ട് ഫേസ് അല്ല, സൈഡ് ഫേസാണ് കാണുന്നത്. ശരിയല്ലേ? കാണാമോ? സൈഡിൽ നിന്നാ. ഇത് ലെഫ്റ്റ് സൈഡ്. പിടി. മുകേഷിൻ്റെ എങ്ങനെ ഉണ്ടെന്നോ? ഇതും കൊള്ളാം. പക്ഷേ റൈറ്റ് സൈഡിൽ നിന്ന് എടുത്തിരിക്കുന്നത്, ആ ഭാഗത്തു നിന്നുള്ളൊരു ആംഗിളാണ്. പിടിച്ചു. മോൻ്റെ എവിടെ? അതേ ആൾ തന്നെ, പക്ഷെ പുറയുന്ന. ഇതാണ് 4 സുവിശേഷങ്ങൾ ചെയ്യുന്നത്. ഒരേ ആൾ, ഒരേ സംഭവം, ഒരേ ചരിത്രം, 4 ആംഗിളിൽ നിന്നും ഫോട്ടോ എടുത്തു. അപ്പോൾ അതിൻ്റെ പൂർണ്ണ ചിത്രം നമുക്ക് കിട്ടി. മനസ്സിലായെങ്കിൽ കൈകളടിച്ച് ദൈവത്തിന് നന്ദി പറയാം. താങ്ക് യു സോ മച്ച്. മറക്കരുത്. വേറെ രീതിയിൽ കൂടെ പറയാം, മനസ്സിൽ നിന്ന് മായാതിരിക്കാൻ. എറണാകുളത്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഒരാൾ രക്തം വാർന്ന് റോഡിൽ കിടന്ന് മരിച്ചു. ആ വാർത്ത മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തു, മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തു, ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു, ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്തു. ഒരേ സംഭവം, പക്ഷേ ഭാഷയിൽ വ്യത്യാസമുണ്ട്, ഉപയോഗിക്കുന്ന വൊക്കാബുലറി വ്യത്യാസമുണ്ട്, ഫ്രേസസ് വ്യത്യാസമുണ്ട്, നറേഷൻ വ്യത്യാസമുണ്ട്, റിപ്പോർട്ടിങ്ങിന് വ്യത്യാസമുണ്ട്. ഇതുപോലെയാണ് ദൈവപുത്രനായ യേശു
ഭൂമിയിലേക്ക് വന്നപ്പോൾ 4 പേർ പല ആംഗിളിൽ നിന്നും അത് റിപ്പോർട്ട് ചെയ്തു. യെഹെസ്കേൽ എന്ന പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം എത്ര പേർ വായിച്ചിട്ടുണ്ട്? വെളിപ്പാട് പുസ്തകം, ബുക്ക് ഓഫ് റെവലേഷൻ എത്ര പേർ വായിച്ചിട്ടുണ്ട്? ഇതിൽ രണ്ടിലും 4 ജീവികളെ കുറിച്ച് പറയുന്നുണ്ട്. 4 ലിവിങ് ക്രീച്ചേഴ്സ്. അതിൽ ഓരോ ജീവിയുടെയും പ്രത്യേകത, അതിന് 4 മുഖങ്ങളുണ്ട്. ഒന്ന് സിംഹമുഖം, ഒരു സിംഹത്തിൻ്റെ ലയൺ ഫേസ് ഉണ്ട്. ഒരാളാണ്, പക്ഷെ 4 ഫേസസ്. രണ്ടാമത്തേത് കാളയുടെ മുഖം, ദ ഫേസ് ഓഫ് എൻ ഓക്സ്. മൂന്നാമത്തേത് മനുഷ്യൻ്റെ മുഖം, എ മാൻസ് ഫേസ്. വേറൊന്നാണ് ഈഗിൾ ഫേസ്, കഴുകൻ്റെ മുഖം. ഇങ്ങനെ 4 മുഖങ്ങളെക്കുറിച്ച് നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. ദൈവമഹത്വം വെളിപ്പെടുമ്പോൾ അത് 4 മുഖങ്ങളായി വെളിപ്പെടുന്നു. 4 സുവിശേഷങ്ങളെ പല വേദപണ്ഡിതന്മാരും ഈ ഫേസസ് ആയിട്ട് പറയാറുണ്ട്. എഴുതി വെക്കുക. നമ്പർ 1, ലയൺ ഫേസ് അഥവാ സിംഹമുഖം. ഇതിനു മുമ്പ് ഒത്തിരി പ്രാവശ്യം നിങ്ങൾ കേട്ട് കാണും. പക്ഷേ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. മത്തായി സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് സിംഹമുഖമാണ്. യേശുവിൻ്റെ സിംഹമുഖം, സർവശക്തനായ ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിൽ വെളിപ്പെടുന്ന സിംഹമുഖം എന്ന് വെച്ചാൽ എന്താർത്ഥം? സിംഹമുഖം എന്ന് വെച്ചാൽ ഒരു റോയൽ ഫേസ് അല്ലെങ്കിൽ എ കിങ്സ് ഫേസ്, രാജാവിൻ്റെ മുഖം. അതുകൊണ്ട് തന്നെ ഇതിൽ ആരംഭിക്കുന്നത് ഒരു രാജകീയ വംശാവലിയോടുകൂടിയാണ്. എല്ലാവരും ചേർന്ന് പറയാം, രാജകീയ വംശാവലി, എ റോയൽ ജിനിയോളജി. അങ്ങനെയാണ് ഇത് ആരംഭിക്കുന്നത്. നമ്പർ 2, ഓക്സ് ഫേസ് അഥവാ കാളയുടെ മുഖം. എസെക്കിയേൽ 1:10 ഈ ഹവയുടെ മുഖരൂപമോ, അവയ്ക്ക് മനുഷ്യമുഖം ഉണ്ടായിരുന്നു. 4നും വലതുഭാഗത്ത് സിംഹമുഖവും ഇടതുഭാഗത്ത് കാളമുഖവും ഉണ്ടായിരുന്നു. 4നും കഴുകുമുഖവും ഉണ്ടായിരുന്നു. ടൈറ്റസ് അങ്കിളിൻ്റെ ഫോട്ടോ എടുത്തപ്പോൾ അതൊന്നും കണ്ടില്ല. പക്ഷേ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ അതിൻ്റെ അർത്ഥം ആരും ചിന്തിക്കരുത് കർത്താവ് കാളയാണെന്നോ അല്ലെങ്കിൽ കർത്താവ് സിംഹമാണെന്നോ കഴുകനാണെന്നോ ഒന്നുമല്ല എൻ്റെ അർത്ഥം. അതിനെല്ലാം 4 ആസ്പെക്റ്റുകളുണ്ട്. അത് ഓരോന്ന് പറയാം. മർക്കൂസിൻ്റെ സുവിശേഷത്തിൽ ആണ് കാളയുടെ മുഖം വെളിപ്പെടുന്നത്. 2-ാം സുവിശേഷത്തിൽ കാളയുടെ മുഖം എന്തിനെ കാണിക്കുന്നു? ദ സെർവന്റ്ഹുഡ് ഓഫ് ജീസസ്, അല്ലെങ്കിൽ യേശുവിൻ്റെ ദാസത്വം. ഒരു ദാസനായി അവൻ ഭൂമിയിലേക്ക് വന്നു, ഒരു ദാസനായി വന്നു. ഇനി ദാസൻ എന്ന് പറഞ്ഞാൽ ഒരു അടിമയെ പോലെ മറ്റുള്ളവരുടെ ദാസനായി അല്ലെങ്കിൽ ഒരു സെർവൻ്റായി വന്നു. ഒരു സെർവൻ്റായി അല്ലെങ്കിൽ ഒരു അടിമയായി ഇരിക്കുന്നവർക്ക് എന്തില്ല? വംശാവലിയില്ല. മർക്കൂസിൻ്റെ സുവിശേഷത്തിൽ ഒരു വംശാവലി നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. ബിക്കോസ് ഹീസ് എ സെർവൻറ്റ്. അവന് അങ്ങനെയുള്ള ലിനിയേജ് ഒന്നും കിട്ടില്ല. നമ്പർ 3, മാൻസ് ഫേസ്, മനുഷ്യമുഖം. അതെന്താണ് മനുഷ്യമുഖം എന്ന് വെച്ചാൽ? ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണത് വെളിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മനുഷ്യർക്ക് വംശാവലിയുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒരു ഹ്യൂമൻ ജിനിയോളജി. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ, മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ കാണുന്നതിനേക്കാൾ നീണ്ട ഒരു വംശാവലി കാണാം. മത്തായിയുടെ സുവിശേഷത്തിലെ വംശാവലി ആരംഭിക്കുന്നത് അബ്രഹാമിലാണെങ്കിൽ ലൂക്കോസ് 3-ൽ കാണുന്ന വംശാവലി യേശുവിൽ തുടങ്ങി മുകളിലോട്ടാണ് പോകുന്നത്. മുകളിലോട്ട് എവിടെ വരെ പോകുന്നു ആർക്ക് പറയാം? ആദം വരെ പോകും. ആദമിൽ ചെന്ന് അവസാനിക്കും. കാരണം എന്താ? ആദാം മനുഷ്യനായി സൃഷ്ടിക്കപ്പെട്ടു. ആദാമിൽ നിന്ന് വന്ന ഒരു മനുഷ്യൻ, മനുഷ്യകുലത്തിൽ അവൻ പിറന്നു. അപ്പോൾ അവിടെ വംശാവലി ഉണ്ട്. 4, ഈഗിൾ ഫേസ് അഥവാ കഴുകൻ്റെ മുഖം. ഇത് കാണുന്ന യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ്. കഴുകൻ ഉന്നതങ്ങളിൽ പറക്കുന്ന, ഉന്നതത്തിൽ നിന്ന് നോക്കുന്ന, എല്ലാവരേക്കാൾ ഉയർന്നു നിൽക്കുന്ന, ഉയർന്ന് പൊങ്ങിപ്പറക്കുന്ന ഒരു പക്ഷിയാണ്. അത് കാണിക്കുന്നത് യേശു
അത്യുന്നതനായ ദൈവമാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1:1 നമ്മൾ കാണുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായില്ല. അവിടെ വംശാവലിയില്ല. ദൈവത്തിന് വംശാവലിയുണ്ട്? നോ. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു വംശാവലി കാണാൻ സാധ്യമല്ല. ഇത്രയും പഠിച്ചു മനസ്സിലാക്കി എത്ര പേരുണ്ട്? എന്തൊക്കെ കണ്ടു? എന്തുകൊണ്ട് 4 സുവിശേഷങ്ങൾ? ഇത്രയേ ഉള്ളൂ. ഒരാളുടെ ഫോട്ടോ 4 പേർ 4 ആംഗിളിൽ നിന്ന് എടുത്താൽ എങ്ങനെയിരിക്കും? നമുക്കൊരു ഫുൾ പിക്ചർ കിട്ടും. ഇതുപോലെ ഒരു സംഭവത്തെ 4 പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ എങ്ങനെ കിട്ടും ആ റിപ്പോർട്ടിങ്? ഇതുപോലെയാണ് 4 സുവിശേഷങ്ങളിൽ 4 ആംഗിളിൽ നിന്ന്. നമ്മൾ വിചാരിക്കും എല്ലാം ഒന്നല്ലേ? അങ്ങനെയല്ല. അതിൽ ഓരോന്നിൻ്റെ അപ്രോച്ച് വ്യത്യാസമുണ്ട്, ആസ്പെക്റ്റ് വ്യത്യാസമുണ്ട്. ഇപ്പോൾ എഴുതി വെച്ചതൊന്ന് വായിക്കാമോ? 4 മുഖങ്ങൾ വെളിപ്പെടുന്നു. 1 സിംഹമുഖം. അതേത് സുവിശേഷത്തിലാണ്? മത്തായി എഴുതിയ സുവിശേഷത്തിലാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? രാജകീയമായ ഒരു മുഖം. അതുകൊണ്ട് എന്തുണ്ട്? ഒരു വംശാവലിയുണ്ട്. രാജാക്കന്മാർക്ക് തീർച്ചയായും വംശാവലി ആവശ്യമാണ്, എസ്പെഷ്യലി ജൂയിഷ് കിങ്സ്. നമ്പർ 2, പറയുന്നൊരു ഉറക്കെ പറയണം, കാളയുടെ മുഖം. കാളയുടെ മുഖം ഏത് സുവിശേഷത്തിലാണ് കാണുന്നത്? മർക്കോസ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഒരു സെർവൻറ്റ്ഹുഡ്, അല്ലെങ്കിൽ ഒരു ദാസനായി അവൻ വന്നു. മാത്രമല്ല എന്തില്ല? വംശാവലി ഒരു ദാസന് ഇല്ല. 3, മനുഷ്യന്റെ മുഖം. ഏത് സുവിശേഷത്തിൽ? ലൂക്കോസ്. എന്താണിത് കാണിക്കുന്നത്? മനുഷ്യനായി ദൈവം ഭൂമിയിലേക്ക് വന്നു. അതുകൊണ്ട് ഒരു വംശാവലിയുണ്ട്. വംശാവലിയുടെ പ്രത്യേകത എന്താണ്? യേശുവിൽ തുടങ്ങി എവിടെ അവസാനിക്കുന്നു? ആദമിൽ അവസാനിക്കുന്നു. 4, കഴുകന്റെ മുഖം. എന്ത് കാണിക്കുന്നു? ഏത് സുവിശേഷത്തിൽ? യോഹന്നാന്റെ സുവിശേഷത്തിൽ. പിന്നെ എന്താണത് കാണിക്കുന്നത്? യേശു അത്യുന്നതനായ ദൈവമാണ്. അതുകൊണ്ട് എന്തില്ല? വംശാവലിയില്ല. ഏതെല്ലാം സുവിശേഷങ്ങളിലാണ് വംശാവലി ഉള്ളത്? 1-ാമത്തേതും 3-ാമത്തേതും എന്നോർത്താൽ മതി. അതായത് മത്തായി എഴുതിയ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലുമാണ് അത് കാണുന്നത്. ഇതെഴുതിയ മത്തായിയെ കുറിച്ച് ചില കാര്യങ്ങളൊന്ന് നോക്കാം. ആദ്യത്തെ ഗോസ്പൽ റൈറ്റർ മത്തായിയാണ്. മത്തായി ഒരു യഹൂദനായിരുന്നു. യഹൂദ ഗോത്രത്തിൽ തന്നെ യഹൂദനായി ജനിച്ചവനാണ്. ഹി വാസ് പ്രൊഫഷണലി എ ടാക്സ് കളക്ടർ. എല്ലാവർക്കും പറയും ചുങ്കക്കാരനായിരുന്നു. മത്തായിക്ക് വേറൊരു പേരുകൂടെ ഉണ്ട്, ലേവി. അങ്ങനൊരു പേരുകൂടെ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ചുങ്കസ്ഥലത്ത് ജോലി സ്ഥലത്തിരിക്കുമ്പോൾ ഒരു വിളി വന്നു. പരിശുദ്ധാത്മാവിൽ പ്രഭാതത്തിൽ ഞാൻ പ്രവചിക്കുന്നു, ചിലർക്കൊക്കെ ജോലിയിലിരിക്കുമ്പോൾ ഒരു വിളി വരും. എനിക്കങ്ങനെ വിളി വന്നവനാണ്, വിളി കേട്ട് ഇറങ്ങിയവനാണ്. നല്ല രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവ് പറഞ്ഞു, മോനെ പോര്. മത്തായിക്ക് വിളി ഉണ്ടായപ്പോൾ അദ്ദേഹം ചെയ്തത് ഉടൻ തന്നെ തൻ്റെ ടാക്സ് കളക്ഷൻ ഓഫീസിലെ എല്ലാ അക്കൗണ്ട്സും സെറ്റിൽ ചെയ്ത് ടാലി ചെയ്ത് റെസിഗ്നേഷൻ ലെറ്റർ സബ്മിറ്റ് ചെയ്ത് ഉടൻ തന്നെ യേശുവിൻ്റെ പുറകെ ഇറങ്ങി. അത്രയ്ക്ക് അനുസരണമുള്ളവനായിരുന്നില്ലേ. മറ്റൊരു കാര്യം അദ്ദേഹം ചെയ്തത്, അപ്പോൾ തന്നെ അധികം താമസിയാതെ അദ്ദേഹം വലിയൊരു ഡിന്നർ ഒരുക്കി, ഭയങ്കരമായൊരു വിരുന്നൊരുക്കി. എന്നിട്ട് മറ്റുള്ള ഒത്തിരി ടാക്സ് കളക്ടേഴ്സിനെ, തൻ്റെ പ്രൊഫൈലിലുള്ള ഒത്തിരി പേരെയും വിളിച്ച് വലിയൊരു വിരുന്നൊരുക്കി യേശുവിനെ ക്ഷണിച്ചു. എന്ന് വെച്ചാൽ ഹി സെലിബ്രേറ്റഡ് ഹിസ് കോൾ. കർത്താവ് തന്നെ വിളിച്ചത് തന്നെ താൻ അങ്ങ് ആഘോഷിച്ചു, അനേകരെ വിളിച്ചു. അങ്ങനെ ഒരു കാര്യം കൂടെ അദ്ദേഹം ചെയ്തു. ഇനി അദ്ദേഹം ഒരു അപ്പസ്തോലനായിരുന്നു. 12 ശിഷ്യന്മാരിൽ 12 അപ്പസ്തോലന്മാരിൽ ഒരാളായിരുന്നു, നമുക്കറിയാം. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹി റോട്ട് ദ ഗോസ്പൽ വിത്ത് ദ ജൂയിഷ് പീപ്പിൾ ഇൻ മൈൻഡ്. യഹൂദന്മാരെ മുന്നിൽ കണ്ട് അവർക്ക് ഈ യേശുവിനെ തെളിയിച്ചു കൊടുക്കാനാണ് അദ്ദേഹം ഈ സുവിശേഷം എഴുതിയത്. എന്ന് വെച്ചാൽ താനിത് എഴുതുമ്പോൾ ആരെ കാണുന്നത്? മുമ്പിൽ യഹൂദന്മാരെ കാണുകയാണ്. അതുകൊണ്ട് തന്നെ
മത്തായി സുവിശേഷത്തിലാണ് ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ഓൾഡ് ടെസ്റ്റമെന്റ് ക്വട്ടേഷൻസ് ഉള്ളത്, റെഫറൻസുകളുള്ളത്. കുറച്ച് കാര്യം പറഞ്ഞ ശേഷം പറയും, ഇന്ന പ്രവാചകൻ പറഞ്ഞത് നിറവേറുവാൻ തന്നെ, അല്ലെങ്കിൽ ഏശയ്യാ പ്രവാചകൻ പറഞ്ഞത് ഇപ്രകാരം നിറവേറി. ഇതിന് കാരണം യഹൂദന്മാർക്ക് ഈ വന്ന യേശു മശിഹയാണെന്ന് വിശ്വസിക്കണമെങ്കിൽ സ്ക്രിപ്ചറൽ റെഫറൻസ് വേണം, എങ്കിൽ മാത്രമേ അവർ വിശ്വസിക്കൂ. അതിൻ്റെ ഓരോ ഇൻസിഡൻറ്റിനും തനിക്ക് സ്ക്രിപ്ചറൽ ബാക്കപ്പ് കൊണ്ടുവരുന്നുണ്ട്. ശ്രദ്ധിക്കുന്നവർക്ക് ഒരു ഹല്ലേലൂയ പറയാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മത്തായി സുവിശേഷമാണ് പുതിയ നിയമത്തിൽ ആദ്യം വരുന്നതെങ്കിലും മത്തായി സുവിശേഷമല്ല ആദ്യം എഴുതപ്പെട്ടത്. മർക്കോസിൻ്റെ സുവിശേഷമായിട്ടാണ് അറിയപ്പെടുന്നത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 16 അധ്യായങ്ങളേ ഉള്ളൂ. മത്തായിയുടെ സുവിശേഷത്തിൽ 28 അധ്യായങ്ങളുണ്ട്. ഇങ്ങനെയാണ് പറയപ്പെടുന്നത്, മർക്കോസ് എഴുതിയ ആ കൊച്ചു വിവരണത്തെ കുറച്ചുകൂടി ഇലോബറേറ്റ് ചെയ്ത്, അതിനെ മെറ്റീരിയലായിട്ട് എടുത്തുകൊണ്ട് കുറേ കൂടി ഇലോബറേറ്റ് ചെയ്താണ് താൻ മത്തായി സുവിശേഷം എന്നറിയപ്പെടുന്ന കുറച്ചുകൂടി നീണ്ട വിവരണങ്ങൾ താൻ എഴുതിയത്. ഇനി വേറൊരു പ്രത്യേകത പറയാം. ഇതൊക്കെ എഴുതി വെക്കണേ, വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ വേദപഠനത്തിൽ ഒത്തിരി സഹായിക്കുന്ന ചില കാര്യങ്ങളാണ്. സ്വർഗരാജ്യം എന്ന പ്രയോഗം 4 സുവിശേഷങ്ങളിൽ മത്തായി സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ദൈവരാജ്യം എന്നാണ് കാണുന്നത്. പറഞ്ഞ സ്വർഗരാജ്യം ഏതിലാണ് ഉള്ളത്? മത്തായി സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ മുഴുവൻ സെർച്ച് ചെയ്ത് നോക്കിക്കോ. ബാക്കിയുള്ളതിലെല്ലാം എന്താ പറയുന്നത്? ദൈവരാജ്യം, 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 ദൈവരാജ്യം. പക്ഷെ മത്തായി മാത്രം സ്വർഗരാജ്യം. അനേക പ്രാവശ്യം സ്വർഗരാജ്യം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സഭ എന്ന വാക്ക് ഈ സുവിശേഷത്തിൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ 2 പ്രാവശ്യം. 16-ാം അധ്യായത്തിലും 18-ാം അധ്യായത്തിലും സഭ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. എക്ലേഷ്യ. ഇത് സംഭവിക്കുന്നത് സെസറിയ ഫിലിപ്പി അല്ലെങ്കിൽ ഫിലിപ്പിൻ്റെ കൈസരിയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് കർത്താവ് ഈ സുവിശേഷത്തിൽ സഭ എന്നുള്ള വാക്ക് ഉപയോഗിക്കും. അതിനുശേഷം പിന്നെ സഭ കാണുന്നത് എവിടെയാണ്? അപ്പസ്തോല പ്രവൃത്തികൾ മുതൽ അങ്ങോട്ടാണ്. ഓക്കെ, മറ്റ് സുവിശേഷങ്ങളിൽ ആ ഒരു വേർഡ് നമ്മൾ കാണുന്നില്ല. മാത്രമല്ല, ഈ റൈറ്റിങ്ങിൻ്റെ അപ്രോച്ച് ഒരു ടീച്ചർ എഴുതുന്നത് പോലെയാണ്. ഒരു അധ്യാപകൻ, ടീച്ചിങ് സ്കില്ലുള്ള ഒരാൾ ഒരു പുസ്തകം എഴുതിയാൽ എങ്ങനെയിരിക്കും, അതുപോലെയാണ് മത്തായി ഈ സുവിശേഷം എഴുതുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ യേശു കർത്താവിൻ്റെ ടീച്ചിങ്സിന് ഒത്തിരി പ്രാധാന്യം അദ്ദേഹം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നോട്ട്സ് എഴുതുകയും പഠിക്കുകയും ചെയ്യുന്നവർ സെപ്പറേറ്റ് ഒരു സ്ഥലത്ത് എഴുതുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇത് കണ്ടിന്യൂസ് സ്റ്റഡി ആയതുകൊണ്ട് 40 ദിവസങ്ങളിൽ ഞായറാഴ്ചകൾ സ്കിപ്പ് ചെയ്യും. ബാക്കിയുള്ള ദിവസങ്ങളുള്ളത് കൊണ്ട് കഴിവതും ഒരു സ്പെഷ്യൽ നോട്ട്ബുക്ക് ഇതിനുവേണ്ടി ഉപയോഗിക്കുകയോ ഏതെങ്കിലും ഒരു ഭാഗം ബാക്കിൽ നിന്ന് എഴുതുകയോ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടി. അല്ലെങ്കിൽ മറ്റുള്ളതെല്ലാം ഇതിനിടയിൽ, മറ്റു മെസ്സേജുകൾ ഇതിനിടയിൽ വരരുത്. ഇന്ന് എഴുതിപ്പോയെങ്കിൽ ഒക്കെ ഇതിന് ശേഷം വീട്ടിൽ ചെന്ന് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം. ഞാൻ അവസാനം പറഞ്ഞത്, മത്തായി പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് യേശുവിൻ്റെ ഉപദേശങ്ങൾക്കാണ്, അല്ലെങ്കിൽ ദ ടീച്ചിങ്സ് ഓഫ് ജീസസ്. ഉദാഹരണത്തിന് 5, 6, 7 അധ്യായങ്ങളിൽ ഗിരിപ്രഭാഷണം, സെർമൺ ഓൺ ദ മൗണ്ട് എന്നൊരു കാര്യം കാണുന്നുണ്ട്. നമ്മളിത് വായിക്കുമ്പോൾ വിചാരിക്കും കർത്താവ് ഒരു ഒറ്റയടിക്കിരുന്ന് ഇതെല്ലാം പറഞ്ഞതാണെന്ന്. നോ, പല പ്രാവശ്യമായി കർത്താവ് പഠിപ്പിച്ചത് മത്തായി ക്രോഡീകരിച്ചെഴുതിയതാണെന്നുള്ളത് മറക്കരുത്. കാരണം ഹി ഈസ് എ ടീച്ചർ ബേസിക്കലി. അതുകൊണ്ട് എന്താണ്, അതെല്ലാം കമ്പൈൽ ചെയ്ത്, യേശുവിൻ്റെ ടീച്ചിങ്സിനെ കമ്പൈൽ ചെയ്ത് മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ. ഞാൻ സാധാരണ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മഹാത്മാഗാന്ധി മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ബൈബിളിൽ അദ്ദേഹം മിക്കവാറും എല്ലാ ദിവസവും ബൈബിൾ വായിക്കുമായിരുന്നു. നമ്മളെക്കാൾ ബെറ്ററായിരുന്നു. മഹാത്മാഗാന്ധി വായിച്ചിരുന്ന ബൈബിളിൽ മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ അദ്ദേഹം മരിച്ചപ്പോൾ നോക്കിയപ്പോൾ
മുഷിഞ്ഞിരുന്നു. അർത്ഥം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ തത്വങ്ങളുടെയും മൂല്യങ്ങളുടെയും അഹിംസയുടെയും അക്രമരാഹിത്യത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ബേസ്. അദ്ദേഹം അങ്ങനെ വളരെ ശക്തമായി യേശു പഠിപ്പിച്ച ഗിരിപ്രഭാഷണങ്ങളിൽ ആ ഉപദേശത്തിൽ ഉറച്ചു നിന്ന് ഒരു രാഷ്ട്രത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു എന്ന് അമേരിക്കയിലുള്ള മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ കേട്ടപ്പോൾ, അദ്ദേഹം ഒരു ബാപ്റ്റിസ്റ്റ് പാസ്റ്ററായിരുന്നു. അദ്ദേഹം ഇന്ത്യയിൽ വന്ന് ഡൽഹി മുതലുള്ള പല സ്ഥലങ്ങളിലും അദ്ദേഹം സന്ദർശിച്ചു. മഹാത്മാഗാന്ധിയെ കണ്ടു. ഒത്തിരി സ്ഥലങ്ങളിൽ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പ്രസംഗിച്ചു. മാർട്ടിൻ ലൂഥർ കിങ് തിരിച്ചുപോയി. അതിനുശേഷമാണ് അദ്ദേഹം അതിഭയങ്കരമായ കറുത്തവർഗക്കാരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അതിഭയങ്കരമായ ഒരു വിപ്ലവം അവിടെ തുടങ്ങിയത്. നെൽസൺ മണ്ടേല വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിം. പക്ഷേ ഇതിൻ്റെ എല്ലാം പുറകിൽ കിടക്കുന്നത് യേശുവിൻ്റെ ടീച്ചിങ്സ് ആണെന്നുള്ളത് മറക്കരുത്. ഹല്ലേലൂയ. ഇതിനൊരു കാരണം സൗത്ത് ആഫ്രിക്കയിൽ മഹാത്മാഗാന്ധി കുറേ നാൾ പോയി. ഓർമ്മയുണ്ടല്ലോ, വക്കീലായി അവിടെയൊക്കെ നടന്നതെല്ലാം ഓർമ്മയുണ്ട്. മാത്രമല്ല ഇംഗ്ലീഷുകാരായ ഒത്തിരി പേരുമായി, ക്രിസ്ത്യാനികളായിരുന്ന ഒത്തിരി പേരുമായി മഹാത്മാഗാന്ധിക്ക് ബന്ധങ്ങളുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന് കിട്ടിയ ക്രിസ്ത്യൻ എക്സ്പോഷർ അദ്ദേഹത്തെ വചന പഠനത്തിലേക്ക്, ബൈബിൾ വായിക്കുന്നതിലേക്ക് നയിച്ചു. അതിൻ്റെ എല്ലാം കാരണമാരാണ്? പണ്ട് ചുങ്കസ്ഥലത്തിരുന്ന് ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന ഒരാൾ യേശുവിൻ്റെ വിളി കേട്ട് ഇറങ്ങി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. യേശുവിൻ്റെ വിളി കേട്ട് ഇറങ്ങി കർത്താവിൻ്റെ പുറകെ ഒരു 3.5 വർഷം നടന്ന് ദൈവപുത്രൻ ചെയ്യുന്നതെല്ലാം കണ്ട് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ച് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ തൂലിക ചലിക്കാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അമേരിക്കയിൽ വിപ്ലവമുണ്ടായി, ആഫ്രിക്കയിൽ വിപ്ലവമുണ്ടായി. ഇതിൻ്റെ എല്ലാത്തിനും കാരണം വിളികേട്ടിറങ്ങിയ ഒരു യഹൂദനാണ്, വിളികേട്ടിറങ്ങിയ ഒരു ചുങ്കക്കാരൻ. ഇന്നത്തെ രീതിയിൽ വേണമെങ്കിൽ പറയാം, ഇൻകം ടാക്സ് ഓഫീസിൽ ജോലിയുള്ള ഒരാൾ, സെയിൽ ടാക്സ് ഓഫീസിൽ ജോലിയുള്ള ഒരാൾ, ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ GSTയുടെ ഒക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ വിളിച്ചു, മോനെ നീ വാ, ശുശ്രൂഷിക്കാൻ വാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു. ഇറങ്ങിക്കഴിഞ്ഞ് ഒത്തിരി കഷ്ടതകളിലൂടെ അവർ പോകുമായിരിക്കാം. പക്ഷെ പിന്നീട് തലമുറകൾക്ക് അനുഗ്രഹമാക്കി കർത്താവ് അവരെ മാറ്റുന്നു. മത്തായി സുവിശേഷം 10-ാം അധ്യായം, ഇത് ഒരു ഓവറോൾ ഐഡിയ ആണ് ഞാനിന്ന് തന്നുകൊണ്ടിരിക്കുന്നത്. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ താൻ പഠിപ്പിച്ച ഈ കാര്യങ്ങളും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ടീച്ചിങ്സ് അല്ലെങ്കിൽ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ടീച്ചിങ്സിന് വേണ്ടി അത് എല്ലായിടങ്ങളിലും എത്തിക്കാൻ, ഗ്രാമങ്ങൾ തോറും പട്ടണങ്ങൾ തോറും എത്തിക്കാൻ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അയക്കുന്നത് കാണാം. സ്പ്രെഡിങ് ദ ടീച്ചിങ്സ്, സ്പ്രെഡിങ് ദ ടീച്ചിങ്സ്. ഓർമ്മയുണ്ടല്ലോ, മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിലെ ഏറ്റവും അവസാനം 18, 19, 20 വചനങ്ങളിലേക്ക് വരുമ്പോൾ, കൺക്ലൂഡിങ് വേഴ്സസ് 3 വാക്യങ്ങൾ, അതിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? അവിടെ കാണുന്നത്, ഞാൻ നിങ്ങളെ ടീച്ച് ചെയ്ത, പഠിപ്പിച്ചതെല്ലാം ഉപദേശിച്ചുകൊണ്ട് ലോകത്തിലെ സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. എൻ്റെ അർത്ഥം, യേശു കർത്താവ് അന്ന് നേരിട്ട് പഠിപ്പിച്ചു. അതിനുശേഷം ആ ടീച്ചിങ്സ് ലോകത്തിലുള്ള എല്ലാവരെയും പഠിപ്പിക്കുവാനുള്ള ഒരു ദൗത്യം അവൻ നമ്മുടെ മേൽ തന്നിരിക്കുകയാണ്. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഏകദേശം 7ഓളം എന്നാണ് എൻ്റെ ഓർമ്മ. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകൾ, കർത്താവ് പറഞ്ഞ ഉപമകൾ എല്ലാം കൂടെ കളക്ട് ചെയ്ത് ഒരു ഭാഗത്തിട്ടു. അതാണ് 13-ാം അധ്യായം. മറ്റ് സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മത്തായി സുവിശേഷത്തിനുള്ള പ്രത്യേകതകളാണ് ഞാൻ പറയുന്നത്. പല ഭാഗങ്ങളും പഠിച്ചാൽ 3-7 3-7 ഇങ്ങനെയുള്ള ക്രോഡീകരണങ്ങൾ കാണാം. എന്ന് വെച്ചാൽ ചില മിറക്കിൾസ് 3 എടുത്തിട്ട് ഒരു സ്ഥലത്ത് വയ്ക്കും. 7 ടീച്ചിങ്സ് അല്ലെങ്കിൽ 7 സ്റ്റോറീസ്, പാരബിൾസ് എടുത്ത് ഒരു സ്ഥലത്ത് വയ്ക്കും. അങ്ങനെ 3-7 3-7 ഒരു പാറ്റേൺ ഈ ഗോസ്പലിൽ നമുക്ക് കാണാൻ കഴിയും. 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിലെ ബന്ധങ്ങളെക്കുറിച്ച് അദ്ദേഹം സവിസ്തരം
പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-25 അധ്യായങ്ങളിൽ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോഴുള്ള കാര്യങ്ങൾ ഉപമകളിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്. ഉപമകളില്ലാതെ നേരിട്ടും പറയും. 24 മുതൽ 24 അധ്യായത്തിൻ്റെ ആദ്യത്തിൽ നമ്മൾ കാണുന്നത് ശിഷ്യന്മാർ, അവൻ ഒലിമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ അടുത്ത് എന്നിട്ട് ചോദിച്ചു, കർത്താവ് ഈ കാലത്താണോ രാജ്യത്തെ പുനഃസ്ഥാപിക്കുന്നത്, അല്ലെങ്കിൽ പിന്നീടാണോ, ഇതൊക്കെ എപ്പോൾ സംഭവിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം കർത്താവ് എസ്കറ്റോളജിക്കൽ സയൻസ് അഥവാ അന്ത്യകാല ലക്ഷണങ്ങളെക്കുറിച്ച് കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം ഈ സുവിശേഷങ്ങളെ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു രൂപരേഖ ഉണ്ടാകാൻ വേണ്ടി പറയുകയാണ്. 60-ലധികം പ്രാവശ്യം പഴയ നിയമ ഭാഗങ്ങൾ ഇതിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. 60-ലധികം പ്രാവശ്യം യേശു കർത്താവ് ഒരു രാജാവാണെന്ന് സ്ഥാപിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് സിംഹമുഖം പറഞ്ഞത്. അതിനുവേണ്ടി അദ്ദേഹം ചെയ്യുന്നത് 1-ാം അധ്യായത്തിൻ്റെ 1-ാം വചനം മുതൽ, അതിലേക്ക് നമ്മളിപ്പോൾ വരും. അദ്ദേഹം പറയുന്നുണ്ട്, ദാവീദിൻ്റെ കുലത്തിലാണ് യേശു ജനിച്ചത്. 2-ാം അധ്യായത്തിൽ 5-6 വചനങ്ങളിലേക്ക് വരുമ്പോൾ ദാവീദിൻ്റെ പട്ടണത്തിലാണ് അവൻ ജനിച്ചത്, അഥവാ ബെത്ലഹേമിൽ. പണ്ടത്തെ കാലത്തെ എഫ്രാത്ത് എന്നായിരുന്നു അതിൻ്റെ പേര്. 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു സ്ത്രീ, കനാന്യ സ്ത്രീ വന്ന് അവനെ വിളിക്കുന്നത് ഓ സൺ ഓഫ് ഡേവിഡ്, അഥവാ ദാവീദ് പുത്ര എന്ന് വിളിക്കുന്നുണ്ട്. 25-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു രാജാവിരിക്കുന്നു. ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർപിരിക്കുന്ന രാജാവിനെ കാണാം. എവിടെ നോക്കിയാലും 2-ാം അധ്യായത്തിൽ വരുമ്പോൾ കിഴക്ക് നിന്നുള്ള വിദ്വാൻമാർ വന്ന് ചോദിക്കുന്നത് എന്താണ്? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? രാജാവായി തീരുകയല്ല, he was a born king. എവിടെ നോക്കിയാലും ഏറ്റവും അവസാനം യഹൂദന്മാരുടെ രാജാവ് എന്നുള്ള മേലെഴുത്തുമായി യേശു ജീവൻ വെടിയുന്നു. Throughout the gospel, Matthew is bringing the royal face or the royalty of Jesus. ഇനി 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനത്തിലേക്ക് വരാം. Matthew chapter 1 verse number 1. This is the genealogy of Jesus, the Messiah, the son of David, the son of Abraham. പുതിയ നിയമം ആരംഭിക്കുന്നത് ഒരു ഓപ്പണിംഗ് വേഴ്സ് ഇങ്ങനെയാണ്: അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുവിൻ്റെ വംശാവലി. അപ്പോൾ 2 വ്യക്തിത്വങ്ങളെ മുമ്പിൽ വെച്ചു. അബ്രഹാമിനെ വെച്ചു, ദാവീദിനെ വെച്ചു. ആ ഒരു ലിനിയേജ് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അവിടെ പറയുന്നു അങ്ങനെ യേശുവിൻ്റെ വംശാവലി. എല്ലാവർക്കും അറിയാം, യേശു എന്ന് പറഞ്ഞാൽ രക്ഷകൻ എന്നാണ് അർത്ഥം. പഴയ നിയമത്തിൽ 5-ാമത്തെ പുസ്തകമാണ് ജോഷുവ. എത്ര പേര് വായിച്ചിട്ടുണ്ട് ജോഷുവ? ജോഷുവ എന്നുള്ള പേരും യേശു എന്നുള്ള പേരും സെയിമാണ്. സെയിം തന്നെ. പക്ഷെ അത് പല ഭാഷകളിലേക്ക് വരുമ്പോൾ ജീസസ്, യേശു, ഈസു, ഈശോ ഇങ്ങനെ പല പല ഭാഷകളിലേക്ക് മാറിയെന്നേ ഉള്ളൂ. യേശു എന്ന പേര് കേട്ടാൽ ഉടനെ ഓർക്കുക, അത് തൻ്റെ മനുഷ്യത്വത്തെയാണ് കാണിക്കുന്നത്. എന്നാൽ ക്രിസ്തു എന്ന പേര് വന്നാൽ അതിന് വ്യത്യാസമുണ്ട്. അത് ദൈവത്വത്തെ കാണിക്കുന്നു. ക്രൈസ്റ്റ്, ക്രിസ്തു എന്നതിന് ക്രൈസ്റ്റ് അല്ലെങ്കിൽ മെസ്സായ സെയിമാണ്. ക്രിസ്തു, ക്രൈസ്റ്റ്, ക്രിസ്റ്റസ് ഗ്രീക്കിലാണ്. എന്നാൽ മെസ്സായ എന്ന് പറയുന്നത് മഷിഹ എബ്രായ ഭാഷയിലാണ്. സെയിം അർത്ഥം, ദി അനോയിന്റഡ് വൺ, അഭിഷിക്തൻ എന്നാണ് അർത്ഥം. അഭിഷിക്തനായവൻ, അഭിഷിക്തൻ. ഇതിലിവിടെ ദാവീദിന്റെ പുത്രനായ യേശുവിൻ്റെ വംശാവലി എന്ന് കാണുന്നു. എത്ര പേർക്കറിയാം ദാവീദ് ഒരു ഇടയ ബാലനായിട്ടാണ് ആദ്യമൊക്കെ ജീവിച്ചിരുന്നതെങ്കിലും ഒരു ദിവസം ശമൂവേൽ എന്ന പ്രവാചകൻ വീട്ടിൽ വന്ന് തൻ്റെ മേൽ
അഭിഷേക തൈലം ഒഴിച്ച് തൻ്റെ മേലെ എന്ത് കൊണ്ടുവന്നു? രാജത്വത്തെ പ്രഖ്യാപിച്ചു. ഇവിടെ മത്തായി പറയാണ്, ദാവീദിൻ്റെ പുത്രനായി യേശു ജനിച്ചു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ കുടുംബത്തിൽ, രാജകുടുംബത്തിലാണ് യേശു പിറന്നത്. രാജാവായിട്ടാണ് യേശു പിറന്നത് എന്ന് തർക്കമില്ലാത്തവർ ഒരു കാര്യം കൂടെ ഓർക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് യേശു വരുന്നതും എന്തിനു വേണ്ടിയാണ്? ഒരു രാജാവായി വാഴാൻ വേണ്ടിയിട്ട്. രാജാക്കന്മാർ വാഴും. ഒരാൾ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? യേശുവിന് തൻ്റെ ജീവിതത്തിൽ വാഴ്ചയ്ക്കുള്ള അവകാശം കൊടുത്തു. ഹീ ഈസ് ദ റൂളർ, ഹീ ഈസ് ദ കിങ് ഓഫ് മൈ ലൈഫ്, ഹീ ഈസ് ദ ലോർഡ് ഓഫ് മൈ ലൈഫ്. ഇതാണ് അതിൻ്റെ അർത്ഥം. ഇത് നമ്മൾ ഒരിക്കലും മറക്കരുത്. വേറൊന്നവിടെ പറയുന്നുണ്ട്, അബ്രഹാമിൻ്റെ പുത്രൻ, ദ സൺ ഓഫ് എബ്രഹാം. ഇതിൻ്റെ പിന്നിലും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1, 2, 3 വചനങ്ങളിലാണ്. വിളിച്ചപ്പോൾ തന്നെ കർത്താവ് ഒരു അനുഗ്രഹം കൊടുത്തു. എന്താ കൊടുത്തത്? ആദ്യം കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നീ നിൻ്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും ദേശത്തെയും എല്ലാം വിട്ട് പോരണം. വായിച്ചു നോക്കാം. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും, വായിച്ച്, ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ കാണിപ്പാനിക്കുന്ന ദേശത്തേക്ക് പോവുക. 2-ാമത്തെ വചനം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. അടുത്ത വചനത്തിൽ, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കും. അവസാന ഭാവം ഒന്നുകൂടെ, നിന്നിൽ. കുറച്ചുകൂടെ താഴേക്ക് വായിച്ചു വരുമ്പോൾ കർത്താവ് ഒരു കാര്യം കൂടെ ഒന്നുകൂടി ക്ലിയർ ആക്കി. ഇവിടെ പറഞ്ഞ നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങൾ അനുഗ്രഹിക്കപ്പെടും. വേറെ ഭാഗത്ത് വരുമ്പോൾ ത്രൂ യുവർ ഓഫ് സ്പ്രിങ്, അല്ലെങ്കിൽ നിന്റെ സന്തതിയിലൂടെ ഈ ഭൂമിയിലുള്ള സകല വംശങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്ന് വെച്ചാൽ അബ്രഹാമിനൊരു സന്തതി ഉണ്ടാകും. അവനിലൂടെ, ഒരു കൊച്ചു മകനിലൂടെ ഭൂമിയിലുള്ള എല്ലാവരും അനുഗ്രഹിക്കപ്പെടും. ഇത് തെളിയിക്കാൻ വേണ്ടിയാണ് മത്തായി പറയുന്നത്, യേശു അബ്രഹാമിൻ്റെ പുത്രനായി ഈ ഭൂമിയിൽ പിറന്നു. വേറൊരു സംഭവം കൂടെ മറന്നു പോകരുത്. അബ്രഹാമിന് അവസാനം കാത്തിരുന്ന് 25 വർഷങ്ങൾ കാത്തിരുന്ന് ഏകദേശം 100 വയസ്സായപ്പോൾ ഒരു മോനുണ്ടായി. ആ മോനെ ഒരു മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കാൻ ദൈവം ആവശ്യപ്പെട്ടു. ശരിയാണോ? ആവശ്യപ്പെട്ടു. അങ്ങനെ യാഗം കഴിക്കാൻ വേണ്ടി അവിടെ എത്തിയപ്പോൾ കർത്താവ് തന്നെ പറഞ്ഞു, വേണ്ട, നീ എന്ത് ചെയ്താൽ മതി? അനുസരണം തികഞ്ഞതുകൊണ്ട്, തെളിയിക്കപ്പെട്ടതുകൊണ്ട് കുരുങ്ങിക്കിടക്കുന്ന ആടിനെ ബലി കഴിച്ചാൽ മതി. അങ്ങനെ ഇസഹാക്ക് അവിടെ നിന്ന് മോചിതനായി. എന്നാൽ ഇവിടെ കാൽവരി ക്രൂശിൽ ദൈവപുത്രനായി യേശുവിനെ ഇതുപോലെ യാഗത്തിന് വേണ്ടി കിടത്തുമ്പോൾ അവിടെ അവനെ അതിൽ നിന്ന് ദൈവം വിടുവിച്ചില്ല. അബ്രഹാമിൻ്റെ മകനെ വിട്ടയച്ചു, പക്ഷെ ദൈവം തൻ്റെ പുത്രനെ വിട്ടയച്ചില്ല. റോമാലേഖനം 8:32 വ്യക്തമായി അത് പറഞ്ഞിട്ടുണ്ട്. ദൈവം സ്വന്തം പുത്രനെ ആദരിക്കാതെ, സ്പെയർ ചെയ്യാതെ നമുക്ക് വേണ്ടി വിട്ടു തന്നെങ്കിൽ അവനോടൊപ്പം സകലവും നമുക്ക് നൽകാതിരിക്കുക. ആ വചനം ഒന്ന് വായിച്ചു. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതെ ഇരിക്കുമോ? അപ്പോൾ അബ്രഹാമിൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ ഇതെല്ലാം നമ്മുടെ ഓർമ്മയിൽ വരണം. എന്തെല്ലാം ഓർമ്മയിൽ വരണം? അബ്രഹാം അനുസരണത്തിൽ തികഞ്ഞവനായിരുന്നു. വളരെ കാത്തിരുന്ന് വാഗ്ദത്ത സന്തതിയായി ഇസഹാക്കിനെ ലഭിച്ചു. ഇസഹാക്കിനെ ബലിയഴിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അവൻ ചെന്നു, പക്ഷേ അവനെ മാറ്റി. എന്നാൽ ഒരു ആട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ ആടിൻ്റെ സ്ഥാനത്താണ് യേശു കർത്താവ്. ഇതാ ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അബ്രഹാമിൻ്റെ പുത്രനെ വെറുതെ വിട്ടു, പക്ഷേ ദൈവം തൻ്റെ പുത്രനെ വെറുതെ വിട്ടില്ല, നമുക്ക് വേണ്ടി വിട്ടു തന്നു എന്ന ചരിത്രം നമ്മൾ മറക്കരുത്. ഹല്ലേലൂയ. 2-ാമത്തെ വചനം മുതലുള്ള ഭാഗം നമുക്കിനി വായിക്കാം. അതായത് മത്തായി സുവിശേഷം 1-ാം അധ്യായം 2-ാമത്തെ വചനം. Abraham was the father of Isaac, Isaac the father of Jacob, Jacob the father of Judah and his brothers. വായിക്കാമോ? അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയെയും അവൻ്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. ഇതെല്ലാം വായിക്കുന്ന സമയത്ത് ചുമ്മാ ചരിത്രങ്ങളിലൂടെ മനസ്സൊന്ന് ഓടിക്കൊണ്ടിരിക്കണം. പണ്ട് വായിച്ച കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടിരിക്കണം. അടുത്ത വചനം 3.
യഹൂദ താമാരിൽ, അത് ഏത് സ്ഥലമാണ്? താമാർ എന്ന് പറഞ്ഞ സ്ഥലമല്ല, ഒരു പെണ്ണിൻ്റെ പേര് താമാർ. താമാരിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു. പാരസ് ഹെസ്രോനെ ജനിപ്പിച്ചു. ഹെസ്രോൻ ആരാമിനെ ജനിപ്പിച്ചു. ആരാം അമിനദാബിനെ ജനിപ്പിച്ചു. അമിനദാബ് നഹശോനെ ജനിപ്പിച്ചു. നഹശോൻ ശൽമോനെ ജനിപ്പിച്ചു. ശൽമോൻ, ഈ രാഹാബിൽ എന്ന് വെച്ചാൽ അതും ഒരു പെണ്ണ, ഒരു വേശ്യാസ്ത്രീയായിരുന്നു. അപ്പൊ രണ്ടാമത്തെ പെണ്ണിനെ കണ്ടു, ബോവസിനെ ജനിപ്പിച്ചു. ബോവസിനെയൊക്കെ ഓർമ്മയുണ്ടോ? ബോവസാണ് നമ്മുടെ രൂത്ത് എന്ന് പറയുന്ന വേറൊരു പെങ്കൊച്ചിനെ കിട്ടിയത്. രൂത്ത് ഏതാ? ഒരു മൊവാബ്യ പെങ്കൊച്ച്. ബോവസ് രൂത്തിൽ ഒബേദിനെ ജനിപ്പിച്ചു. ഒബേദ് ഇശായിയെ ജനിപ്പിച്ചു. ഇശായി ഓർമ്മയുണ്ടോ? ദാവീദിന്റെ ഇശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. ദാവീദ് ഉരിയാവിനെ ഓർമ്മയുണ്ടോ? എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ഉരിയാവ് ദാവീദിന്റെ കീഴിൽ ഒരു പടയാളിയായിരുന്നു. ഉരിയാവിന്റെ ഭാര്യയായിരുന്നവളിൽ പേര് പറയൂ, ബത്ശേബ. ഈ ഉരിയാവും ബത്ശേബയും യഹൂദരല്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഉരിയാവിന്റെ ഭാര്യയായിരുന്നവളിൽ ശലോമോനെ ജനിപ്പിച്ചു. ശലോമോൻ ആരാ? ഭൂമിയിൽ ഏറ്റവും ജ്ഞാനമുള്ളവനായി അറിയപ്പെട്ടവൻ. ശലോമോൻ രഹബ്യാമെ ജനിപ്പിച്ചു. രഹബ്യാം അബിയാവെ ജനിപ്പിച്ചു. അബിയാവ് ആസയെ ജനിപ്പിച്ചു. ആസ യഹോശാഫാത്തിനെ ജനിപ്പിച്ചു. ഒരു കാര്യം ഇവിടെ പറഞ്ഞേക്കാം, ഇതേ വംശാവലി ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എടുത്താൽ പേരുകളിൽ വ്യത്യാസമുണ്ട്. ആരാണ് സത്യം പറയുന്നത്? ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ച് പഠിച്ചാൽ ബൈബിള് മുഴുവൻ മിസ്റ്റേക്കാ, ഉറപ്പ്. കാരണം ഒരാൾ പറയുന്നല്ല മറ്റൊരാൾ പറയും. വ്യത്യാസം പറയാം, ഇവിടെ വെച്ച് പറയാം. ഇത് തൊട്ടു മുമ്പുള്ള വചനം ഒന്നിടാമോ? 7-ാമത്തെ വചനം. ശലോമോൻ, അതായത് ദാവീദിന്റെ പല മക്കളിൽ ഇവിടെ വെച്ച വ്യത്യാസം വരുന്നത്, ശലോമോനിലൂടെ ഒരു വംശാവലി പോകുന്നുണ്ട്. ഓക്കെ, നാഥാൻ എന്ന് പറയുന്ന വേറൊരു മോനുണ്ട്, അതിലൂടെ ഒരു വംശാവലി പോകുന്നുണ്ട്. ലൂക്കോസ് കയറി എവിടെ പിടിച്ചെന്നറിയാമോ? ആ ബ്രാഞ്ചെ കയറി പിടിച്ചു. ഏത് ബ്രാഞ്ചിൽ? നാഥാൻ. ആ വംശാവലി കയറി ആദാം വരെ പോയി. ഈ മത്തായി കയറി പിടിച്ചത് ശലോമോന്റെ ഇതിൽ കയറി പിടിച്ചു. അങ്ങനെ ആ ഭാഗത്തൂടെ പോയി ഒരു സ്ഥലത്തെത്തി. ഇവിടെയാണ് ഡിഫറൻസ് ഉള്ളത്. ഒരേ കുലം തന്നെ, നോ പ്രോബ്ലം. 8-ാമത്തെ വചനം വായിക്കാം. യഹോശഫാത്ത് യോരാമിനെ ജനിപ്പിച്ചു. യോരാം ഉസിയാവെ ജനിപ്പിച്ചു. ഉസിയാവ് യോഥാമിനെ ജനിപ്പിച്ചു. യോഥാം ആഹാസിനെ ജനിപ്പിച്ചു. ആഹാസ് ഹിസ്കിയാവെ ജനിപ്പിച്ചു. ഹിസ്കിയാവ് മനശ്ശയെ ജനിപ്പിച്ചു. മനശ്ശെ ആമോസിനെ ജനിപ്പിച്ചു. ആമോസ് യോശിയാവെ ജനിപ്പിച്ചു. യോശിയാവ് യൊഖന്യാവെയും അവൻ്റെ സഹോദരന്മാരെയും ബാബേൽ പ്രവാസകാലത്ത് ജനിപ്പിച്ചു. ഈ ബാബേൽ പ്രവാസം എന്ന് പറഞ്ഞൊരു മൈൽ സ്റ്റോൺ ആണ്, അന്ന് ഓർത്തേക്കണം. ബാബേൽ പ്രവാസം കഴിഞ്ഞിട്ട് യെഖോന്യാവ് ശയൽത്തിയേലിനെ ജനിപ്പിച്ചു. ശയൽത്തിയേൽ സെറുബാബേലിനെ ജനിപ്പിച്ചു. സെറുബാബേൽ അബിഹൂദിനെ ജനിപ്പിച്ചു. അബിഹൂദ് എല്യാക്കീമിനെ ജനിപ്പിച്ചു. എല്യാക്കീം അസോറിനെ ജനിപ്പിച്ചു. അസോർ സാദോക്കിനെ ജനിപ്പിച്ചു. സാദോക്ക് ആഖീമിനെ ജനിപ്പിച്ചു. ആഖീം എലിഹൂദിനെ ജനിപ്പിച്ചു. എലിഹൂദ് ഏലിയാസറെ ജനിപ്പിച്ചു. എലിയാസർ മത്താനെ ജനിപ്പിച്ചു. മത്താൻ യാക്കോബിനെ ജനിപ്പിച്ചു. ഇനിയോ യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസേഫിനെ ജനിപ്പിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിപ്പിച്ചില്ല, ജനിച്ചു. വല്ലതും മനസ്സിലായോ? ഇവിടെ വന്ന് നിൽക്കുന്നത് എവിടെയാ? യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസെഫിനെ ജനിപ്പിച്ചു എന്ന് വെച്ചാൽ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് യോസേഫിൽ കൂടെ ഇങ്ങനെ പോയി സോളമനിലൂടെ പോയി ദാവീദിലെത്തി അബ്രഹാമിൽ കൊണ്ടുപോയി കണക്ട് ചെയ്തു. ആര്? മത്തായി. ലൂക്കോസ് ചെയ്തത് അങ്ങനെയല്ല. ലൂക്കോസ് ചെയ്തത് മറിയയിൽ കൂടെ പോയി. രണ്ടുപേരും യഹൂദ ഗോത്രത്തിലുള്ളവരാ. ആര്? യോസഫും മറിയയും. മനസ്സിലായോ? അത് ഇദ്ദേഹം യോസഫിലൂടെ പോയപ്പോൾ മറ്റേത് മറിയയിലൂടെ പോയി, നാഥാനിലൂടെ, സോളമനിലൂടെ നേരെ പോയി ആദമിൽ വരെ പോയി. ആര്? ലൂക്കോസ്. പക്ഷെ ശ്രദ്ധിച്ച്
ഈ 16-ാം വചനം ഒന്നുകൂടെ വായിക്കാം. യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസെഫിനെ ജനിപ്പിച്ചു. അവളിൽ നിന്ന് യേശു ജനിച്ചു. എന്നിട്ട് അടുത്തൊരു വചനം കൂടെ വായിക്കാം. ഇങ്ങനെ തലമുറകൾ ആകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, 14 മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14 ആകുന്നു. എല്ലാവരും പറഞ്ഞേ 14, 14, 14. അപ്പൊ എത്ര കിട്ടി? 42. 42 തലമുറകൾ. അബ്രഹാം മുതൽ ഇങ്ങോട്ട് 42 തലമുറകൾ കഴിഞ്ഞപ്പോൾ യേശു ജനിച്ചു. ആദം വരെ പോയ എത്ര കിട്ടും? കുറച്ചുകൂടി മുകളിലോട്ട് പോയി ആദമിൽ കൊണ്ടുപോയി കണക്ട് ചെയ്താൽ എത്ര തലമുറ കിട്ടും? നമ്മൾ എഴുതി വെച്ചു, 75 തലമുറ. കറക്റ്റ് 75-ാം തലമുറയിൽ യേശു ജനിച്ചു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വചനത്തിലാണ് ആദ്യത്തെ വാഗ്ദത്തം കിട്ടുന്നത്. എന്ത് വാഗ്ദത്തം? സ്ത്രീയുടെ സന്തതിയായ ഒരു മനുഷ്യൻ, ഒരു മകൻ ജനിച്ച്, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്ക് അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ആദ്യത്തെ വാഗ്ദാനം. ഈ വാഗ്ദാനം കിട്ടി 75 തലമുറ കഴിഞ്ഞപ്പോൾ യേശു ഭൂമിയിലേക്ക് വന്നു. ഗലാത്യ ലേഖനം 4-ാം അധ്യായം ആദ്യം മുതൽ വായിക്കുമ്പോൾ 4-ാം വചനത്തിലെത്തുമ്പോൾ കാണുന്നത്, സ്ത്രീയുടെ സന്തതിയായി ഇതാ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചു. അപ്പോൾ കാലസമ്പൂർണത എപ്പോഴാണ് വന്നത്? 75 തലമുറകൾ കഴിഞ്ഞപ്പോൾ. പക്ഷെ മത്തായി ഇവിടെ 14, 14, 14 എന്ന് പറയാൻ കാരണം എന്താണ്? അതിനും ചില ഗുട്ടൻസ് ഉണ്ട്. അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബിലോണിലേക്കുള്ള ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ യേശു കർത്താവ് വരെ 14. ഈ 14-നൊരു പ്രത്യേകതയുള്ളത്, ദാവീദ് എന്ന് എബ്രായ ഭാഷയിൽ എഴുതി അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എടുത്താൽ ദാറ്റ് ഈസ് 14 എന്ന് വെച്ചാൽ എന്താ? DAVID, ഡേവിഡ് എന്നെഴുതിയെന്നിരിക്കട്ടെ. ഡി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 4-ാമത്തെ അക്ഷരമാണ്. അപ്പം ഡിയുടെ മുകളിൽ നമ്മൾ എന്ത് എഴുതി? 4 എന്ന് എഴുതി. എ 1 അതിൻ്റെ മുകളിൽ 1 എഴുതി. വി എത്രാമത്തെ എനിക്ക് അറിഞ്ഞുകൂടാ, അതെഴുതി. ഐ അതിനൊരു വാല്യൂ ഉണ്ട്, ന്യൂമറിക്കൽ, അതെഴുതി. അവസാനം വീണ്ടും ഡി 4 എഴുതി. എല്ലാം കൂടി കൂട്ടിയാൽ ഒരു സംഖ്യ കിട്ടും. ഇതുപോലെ എബ്രായ ഭാഷയിൽ ചെയ്താൽ, ഇംഗ്ലീഷിലല്ല, എന്ത് കിട്ടും? ദ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ഡേവിഡ് ഇൻ ഹീബ്രു ലാംഗ്വേജ് ഈസ് 14. ദൈവവചനത്തിൽ എബ്രായ ബൈബിൾ എടുത്ത് പഠിച്ചാൽ അതിൽ ഇതുപോലെ കുറേ അധികം ന്യൂമറിക്കൽ സംഭവങ്ങൾ കിടപ്പുണ്ട്, കോഡുകൾ കിടപ്പുണ്ട്. അത് എക്സ്പ്ലോർ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്, എനിക്കറിഞ്ഞുകൂടാ. അറിഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഹല്ലേലൂയ. മറ്റൊരു പ്രത്യേകത, ഈ വംശാവലി ഇത്രയും വായിച്ചല്ലോ. പണ്ട് ഒരു പെങ്കൊച്ച് ഒരു പുതിയ നിയമം നമ്മുടെ ഇന്നത്തെ യോങ്കിച്ചു ക്ഷയരോഗം പിടിച്ച് ചാകാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഈ പേരുകളാണ് ആദ്യം കാണുന്നത്. അദ്ദേഹം അങ്ങനെ തന്നെ ബൈബിൾ വലിച്ചെറിഞ്ഞോളൂ. ഇതിനേക്കാൾ കൂടുതൽ പേര് ടെലഫോൺ ഡയറക്ടറിയിലില്ലേ, ഞാൻ എന്തിനാ ഇത് വായിക്കുന്നേ? കാരണം അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായില്ല പേര്. പക്ഷേ ഓരോ പേരിൻ്റെ പിന്നിലും ഒരു ഹിസ്റ്ററി ഉണ്ട്, ഓരോ പേരിൻ്റെ പിന്നിലും ഒരു സന്ദേശമുണ്ട്. അത് ഇന്ന് നമുക്കറിയാം, പ്രത്യേകിച്ച് പഴയ നിയമം വായിച്ചിട്ടുള്ളവർക്കറിയാം. ഓരോ പേരിലും എന്തുണ്ട്? ദൈവത്തിൻ്റെ ഒരു വെളിപ്പെടലുണ്ട്. ആ ക്യാരക്ടറിലൂടെ ദൈവം ഭൂമിയിൽ പ്രവർത്തിച്ച ചില കാര്യങ്ങളുണ്ട്. ഇതിൽ 3 പിതാമഹന്മാർ, അല്ലെങ്കിൽ there are 3 patriarchs in this genealogy. 3 പിതാമഹന്മാർ. അതാരൊക്കെയാ? അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്. 15 രാജാക്കന്മാർ ഇതിനകത്ത് വന്നു. യേശു രാജകുടുംബത്തിലാണ് പിറന്നത്, രാജാവായിട്ടാണ് പിറന്നത്. ഈ വംശാവലിൽ കുറഞ്ഞത് 15 രാജാക്കന്മാരുടെ പേരുണ്ട്, പ്രവാചകന്മാരുണ്ട്. അതുപോലെ പല ദൈവിക ശുശ്രൂഷകരും ഇതിലുണ്ട്. പക്ഷേ ഏറ്റവും അവസാനം വന്ന് നിൽക്കുന്നത് ഒരു കാർപ്പൻറ്ററിലാണ്.
യേശു ജനിച്ചപ്പോൾ തൻ്റെ പിതാവായി അറിയപ്പെട്ട വളർത്തു പിതാവായിരുന്ന യോസഫ് എന്തല്ലായിരുന്നു? രാജാവല്ല, രാജകീയ കുടുംബത്തിലല്ല ജനിച്ചത്. അവിടെ കൊട്ടാരം വേറെ ഉണ്ട്, ഹെരോദാവിൻ്റെ കൊട്ടാരമുണ്ട്. പക്ഷേ രാജകുടുംബത്തിലാണ് അവൻ ജനിച്ചത്. അതിലുപരി ഭൂമിയിലെ രാജത്വമല്ല, യഥാർത്ഥത്തിൽ അവനിലുള്ളത് സ്വർഗീയമായ ദൈവികമായ ഒരു രാജ്യത്വമാണ്. കാരണം our God is the King of Kings. സാധാരണ ഒരു രാജാവല്ല, he is the King of Kings. മറക്കരുത്. ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് യോസഫിനെ മറിയയുടെ കണ്ടു. ഏകദേശം നിങ്ങൾക്ക് പറയാമോ യോസഫിന് എത്ര പ്രായമുണ്ടാവും? വൈൽഡ് ഗസ്റ്റ് വർക്ക്. മറിയയ്ക്ക് എത്ര വയസ്സുണ്ടാവും? ആർക്കെങ്കിലും പറയാം? യോസഫിന് എത്ര വയസ്സുണ്ടാവും ആ സമയത്ത്? ആമ്പിള്ളേർ പറ. ഏകദേശം പറഞ്ഞോ, തെറ്റിയ കുഴപ്പമില്ല. ഏകദേശം 30 വയസ്സ്, 32, ശരിയല്ലേ? മറിയയ്ക്ക് എത്ര വയസ്സുണ്ടാവും? പെൺകുട്ടികൾ പറ. ഏകദേശം 14. നിങ്ങളോട് ചോദിച്ചില്ലല്ലോ, പെൺപിള്ളേരോട് പറയാനാ പറ. 17 വയസ്സ്. ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ നോക്കിയല്ലോ അല്ലേ? എത്ര വയസ്സുണ്ടായി കാണും? ഇങ്ങനെയാണ് പറയപ്പെടുന്നത്. യോസഫിന് ആ സമയത്ത് ഒരു 18 മുതൽ 20 വരെ. ഇപ്പം നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ താടിയൊക്കെ വെച്ച് ഒരു അപ്പാപ്പനെ പോലെ ഒരു രൂപമൊക്കെയാണ് നമ്മളിതിലും പിന്നെ പുൽക്കൂട്ടിലൊക്കെ കണ്ടിരിക്കുന്നത്. നോക്കുമ്പോഴേക്കും പുള്ളിക്കൊരു 19 വയസ്സ് കാണും. അങ്ങനത്തെ ഒരു രൂപമാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. പക്ഷെ അന്ന് അങ്ങനെ അല്ല. മറിയ എന്ന പെൺകൊച്ചിന് ആ സമയത്ത് കൂടിപ്പോയാൽ 16 വയസ്സ്, ഇത്രേ ഉള്ളൂ. ഇന്നാണ് നമുക്ക് 18 പെൺപിള്ളേർക്ക് കല്യാണം കഴിക്കാൻ 18 വയസ്സാകണം എന്നൊക്കെയുള്ള നിയമം ഇവിടെ ഉള്ളത്. അന്ന് അങ്ങനെയല്ല. ഇന്നത്തെ സിസ്റ്റമേ അല്ല. നേരത്തെ കല്യാണം കഴിച്ചു കൊടുക്കും. അപ്പം ആ ഒരു സമയം നമ്മൾ മറക്കരുത്. 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഇന്ന് അവസാനിപ്പിക്കും. ഈ വംശാവലിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. സാധാരണ ഈ വംശാവലി തുടക്കമൊക്കെ ഞാൻ ബൈബിൾ പഠിക്കുന്ന സമയത്ത് ഈ ഒരു സാധനം വായിൽ ഒതുങ്ങുന്ന പേരല്ല, നമ്മുടെ നാട്ടിലെ സാധാരണ പേരല്ലല്ലോ. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തീർത്തിട്ട് ആ ജനിക്കുന്ന സമയം തുടങ്ങി ഒരു രസം പിടിച്ചു തുടങ്ങും. കർത്താവ് ജനിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ വിദ്വാൻമാർ വേണ്ട അവിടെ തുടങ്ങി ശരിക്കും ഗിയർ മാറ്റി നമ്മൾ പോവുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഓരോ സ്ഥലത്തും നിന്നു പോകും. കാരണം നമുക്കിപ്പോൾ കഥ മനസ്സിലാകാൻ തുടങ്ങിയിട്ടുണ്ട്. പണ്ട് ഈ ക്യാരക്ടേഴ്സ് നമുക്ക് അറിയില്ലായിരുന്നു. വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. അല്ല, പണ്ട് ദാവീദാണെന്ന് തോന്നി ഇങ്ങനെ പ്രാർത്ഥിച്ച്, ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് നീ എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് വെച്ചാൽ വചനത്തിൽ എന്ത് കിടപ്പുണ്ട്? അത്ഭുതങ്ങൾ കിടപ്പുണ്ട്. ചില ആളുകൾ ചില സ്ഥലങ്ങളിൽ നിധി ഉണ്ടെന്ന് കേട്ടിട്ട് ടൺ കണക്കിന് മണ്ണെടുത്ത് മാറ്റി, അല്ലെങ്കിൽ സ്വർണം താഴെ ഉണ്ടെന്ന് കേട്ടിട്ട്, അല്ലെങ്കിൽ ഓയിൽ ഉണ്ടെന്ന് കേട്ടിട്ട് എത്രത്തോളം താഴേക്ക് കുഴിച്ച് ഖനനം ചെയ്താണ് ഇത് എടുക്കുന്നത്. ശരിയാണോ? ഇതുപോലെ നമ്മൾ ഇറങ്ങി കുഴിക്കാമെങ്കിൽ, ഡിഗ് ചെയ്യാമെങ്കിൽ ഇതിനകത്ത് നിന്ന് എന്ത് കിട്ടും? വളരെ മൂല്യമുള്ള വിലപിടിച്ച മുത്തുകൾ പോലെയുള്ള പലതിനെയും പെറുക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. അകത്തൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ 40 ദിവസം കർത്താവിൻ്റെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ പാദപീഠത്തിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ അകത്തേക്ക് എന്തൊക്കെയോ ഡെപ്പോസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ആഗ്രഹമുള്ളവർ പരിശുദ്ധാത്മാവിൻ്റെ ഭാഷകളിലൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ വംശാവലി, സാധാരണ യഹൂദന്മാർ വംശാവലി എഴുതുമ്പോൾ ഒരു കാര്യം ഓർക്കുക. ഇപ്പോഴും ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലെ യഹൂദന്മാരുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ യഹൂദന്മാരുണ്ട്. മുംബൈയിൽ ഇപ്പോഴും കുറേയധികം യഹൂദന്മാരുണ്ട്. നമ്മുടെ ചർച്ചിലൊരു യഹൂദ പെങ്കൊച്ച് വരുന്നുണ്ട്. ഇവരോടൊക്കെ ചെന്ന് ചോദിച്ചാൽ ഇവരെല്ലാവരും ചെയ്യുന്നൊരു പരിപാടി, മുകളിലോട്ട് ഇവരുടെ വംശാവലി മുഴുവൻ കൃത്യമായി ഓരോ വീട്ടിൽ എഴുതി സൂക്ഷിച്ചിരിക്കും. ഇപ്പോഴും ഈ നോർത്ത് ഈസ്റ്റിലൊക്കെ ഓപ്പറേഷൻ എക്സഡസ് തുടങ്ങി, അലയ തുടങ്ങി ഒത്തിരി മൂവ്മെൻറ്റ്സ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ലോകരാജ്യങ്ങളിൽ നിന്ന് യഹൂദന്മാരെ തിരിച്ച് എവിടെ കൊണ്ടുപോകണം? ഇസ്രായേലിലോട്ട് കൊണ്ടുപോകാൻ. അങ്ങനെയുള്ള ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ അവരെ സപ്പോർട്ട് ചെയ്ത് പോകുന്ന ഒത്തിരി ഉണ്ട്. അതിൽ ശ്രദ്ധിച്ചു കേൾക്കണം,
ഇവരുടെ വംശാവലി തെളിയിച്ചില്ലെങ്കിൽ ഇവർക്ക് പോകാൻ പറ്റില്ല. പക്ഷെ പലരുടെയും കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു. പിന്നെ ആകെ അവർ ചെയ്യുന്നത് ജീൻ അവർ ടെസ്റ്റ് ചെയ്യുക. മനസ്സിലായോ? ജീൻ ടെസ്റ്റ് ചെയ്ത് ഈ നോർത്ത് ഈസ്റ്റിൽ എവിടെയാണ്, മേഘാലയയിലാണോ മിസോറാമിലോ ആ ഭാഗത്ത് എവിടെയുള്ള കുറേ അധികം ആളുകളെ ബെന്യാമിൻ ഗോത്രക്കാരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. വേറെ എവിടെയും മനാശയെ കണ്ടുപിടിച്ചു. അവരുടെ ജീനാണ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് അവരെ കൊണ്ടുപോകുള്ളൂ അങ്ങോട്ട്. പക്ഷേ സാധാരണ ഒരു വംശാവലി എഴുതിയാൽ ഒരൊറ്റ സ്ത്രീയും അതിലുണ്ടാവില്ല. ഒരു യഹൂദന്റെ വംശാവലിയിൽ ഇന്ന അമ്മയിൽ നിന്ന് ഇന്ന മോൻ ജനിച്ചെന്ന് പറയില്ല, മോള് ജനിച്ചെന്ന് പറയില്ല. അപ്പനിൽ നിന്നും മോൻ ജനിച്ചു, ആ അപ്പനിൽ നിന്നും അടുത്ത മോൻ ജനിച്ചു. അപ്പന്മാർ മാത്രം, അല്ലെങ്കിൽ പുരുഷന്മാർ മാത്രമേ ഉണ്ടാകൂ. പക്ഷെ യേശുവിൻ്റെ വംശാവലിയിൽ ഇവിടെ നോക്ക്, 5 സ്ത്രീകൾ കടന്നുകൂടിയിട്ടുണ്ട്. ആരൊക്കെയാണ്? പേരെഴുതി വെക്കുക. 5 സ്ത്രീകൾ, യേശുവിൻ്റെ വംശാവലിയിലെ 5 സ്ത്രീകൾ. 1 താമാർ, 2 റഹാബ്, 3 റൂത്ത്, 4 ബത്ശേബ, 5 മറിയ. ഇനി ഇവരാരാണെന്ന് നോക്ക്. താമാർ ആരായിരുന്നു? താമാർ ചെയ്തത് ഒരു വേശ്യയെ പോലെ ഇരുന്ന് യഹൂദയുമായി ബന്ധപ്പെട്ട് വളരെ മോശമായൊരു ചരിത്രമാണ് അതിൻ്റെ പിന്നിലുള്ളത്. വളരെ മോശം. റാഹാബ് അറിയാം, വ്യക്തമായി പറഞ്ഞുകൊണ്ട് ഷി വാസ് എ പ്രോസ്റ്റിറ്റ്യൂട്ട്. റൂത്ത് അറിയാം, മൊവാബ്യ പെങ്കൊച്ചായിരുന്നു, യഹൂദ പെങ്കൊച്ചല്ല. ബത്ശേബ ഉരിയാവിൻ്റെ ഭാര്യ, ഒരു ജാതീയ സ്ത്രീയായിരുന്നു. ആ 4 പേരും ജാതീയ സ്ത്രീകളായി, ജെന്റൈൽ വിമൻ ആയി അറിയപ്പെടുന്നു. 4. മറിയ ഏറ്റവും അവസാനം വരുന്ന മാത്രമാണ് ഒരു ഇസ്രായേലിലെ പെങ്കൊച്ച് അതിലുള്ളത്. പക്ഷെ വേറൊരു പ്രത്യേകത ശ്രദ്ധിച്ചോ? സാറ, റെബേക്ക, ലേയ, റേച്ചൽ അഥവാ റാഹേൽ, ഇവരെയൊക്കെ വിട്ടുകളഞ്ഞു. എന്നിട്ട് 5 സ്ത്രീകളെ ഇതിൽ കണക്ട് ചെയ്തതിൽ 4 ജാതീയ സ്ത്രീകളായിരുന്നു. അതിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, 1, God is showing that women are important to him. യേശുവിൻ്റെ വംശാവലി വന്നപ്പോൾ പ്രത്യേകിച്ച് ഓർക്കണം, യേശു പിറക്കുമെന്ന് പറഞ്ഞത് ഒരു സ്ത്രീയുടെ മകനായിട്ടാണ്, പുരുഷൻ്റെ മകനായിട്ടല്ല. അവിടെയും സ്ത്രീക്ക് ഒരു ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ട്. എന്തുകൊണ്ട്? സ്ത്രീയിലൂടെ ഈ ഭൂമിയിലേക്ക് പാപം വന്നു. അങ്ങനെയെങ്കിൽ പാപത്തിൽ നിന്നുള്ള രക്ഷയും സ്ത്രീയിൽ നിന്ന് തന്നെ വരും. ദൈവം അത് മനസ്സിൽ കുറിച്ചിട്ടു. ഈ വംശാവലിയിൽ സ്ത്രീകൾക്ക് ഒരു പ്രാധാന്യമുണ്ട്. ഇന്ന് ക്രൈസ്തവ സഭയിൽ സ്ത്രീക്കുള്ള പ്രാധാന്യം എന്താണ്? പുതിയ നിയമത്തിൽ സ്ത്രീക്ക് ദൈവം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാത്ത പല സഭകളിലും സ്ത്രീക്ക് ഒന്നിനും അവകാശമില്ല. ചില വാക്യങ്ങൾ അവർ സപ്പോർട്ടായിട്ട് കൊണ്ടുവരും. സ്ത്രീകൾക്ക് ശുശ്രൂഷിക്കാൻ പാടില്ല, സ്ത്രീകൾക്ക് ഒന്നും ചെയ്യാൻ പാടില്ല. ഒരിക്കലും വചനം അത് കണ്ടിട്ടില്ല. ബൈബിളിൽ ഒത്തിരി സ്ഥലങ്ങളിൽ സ്ത്രീകൾ ശുശ്രൂഷിക്കുന്നു, പ്രവചിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പാട്ടുപാടുന്നു, ആരാധന ലീഡ് ചെയ്യുന്നു. യുദ്ധങ്ങൾ വരെ സ്ത്രീകൾ നയിച്ച ചരിത്രം ബൈബിളിലുണ്ട്. ദൈവം ഒരിക്കലും സ്ത്രീയെ തള്ളിക്കളഞ്ഞിട്ടില്ല. ദെൻ God can use people in his plans even if they have done wrong things. അതാണ് അടുത്തൊരു പ്രിൻസിപ്പിൾ. God can use people in his hands even if they have done wrong things. എന്ന് വെച്ചാൽ തെറ്റുകൾ ചെയ്ത പലരെയുമാണ് ഈ വംശാവലിയിൽ നമ്മൾ കാണുന്നത്. റാഹാബ് തുടങ്ങിയുള്ളവരെല്ലാം വളരെ ഇമ്മോറൽ ലൈഫിലായിരുന്നു. പക്ഷേ അവർ ശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ, പാപത്തിൽ നിന്ന് വിട്ടുമാറിയപ്പോൾ ദൈവം അവരെ ഉപയോഗിച്ചു. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വംശാവലി നമ്മളുമായിട്ട് എന്താ ബന്ധം? യേശു വംശാവലി പിറന്നു, യഹൂദന്മാരിൽ നിന്നാണ് രക്ഷ. നമുക്കെന്ത് ബന്ധം? എഴുതിക്കോ. യോഹന്നാൻ 1:12, ജോൺ
1:12. അവനെ കൈക്കൊണ്ട് എന്ന ഭാഗത്ത് യേശുവിനെ കൈക്കൊണ്ടെന്ന് വായിച്ചു. യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ യേശു അധികാരം കൊടുത്തു. ഒന്നുകൂടെ, യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ യേശു അധികാരം കൊടുത്തു. എന്ന് വെച്ചാൽ എന്ത് മനസ്സിലായി? ഈ വംശാവലിൽ നമ്മൾ കണക്റ്റഡ് ആകണമെങ്കിൽ ആകെ എന്ത് ചെയ്താൽ മതി? അബ്രഹാമിൻ്റെ പുത്രനായ, ദാവീദിൻ്റെ പുത്രനായ യേശുവിനെ വിശ്വസിച്ചാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ വംശാവലിൽ ചെന്ന് കണക്റ്റഡായി. അങ്ങനെ ദൈവകുടുംബത്തിലെ, രാജകുടുംബത്തിലെ അംഗങ്ങളായി നമ്മൾ മാറി. ദ കോൾ ഓഫ് ഗോഡ് കിടക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഒരു രാജകീയ പുരോഹിത വർഗമായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. വി ആർ എ റോയൽ പ്രീസ്റ്റ്ഹുഡ്. ഹല്ലേലൂയ. രാജാക്കന്മാർക്ക് പുരോഹിതന്മാരാകാനോ പുരോഹിതന്മാർക്ക് രാജാക്കന്മാരാകാനോ നിയമമില്ല. പക്ഷെ ക്രിസ്തുവിൽ നമ്മൾ രാജകീയ പുരോഹിത വർഗമായി മാറിയിരിക്കുന്നു. കരങ്ങളടിച്ച് ഈ വചനങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയാം.